ഹലോ മക്കളെ, NIS സ്റ്റഡി സെൻറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എടുക്കുന്നത് എക്സാം ബേസ്ഡ് ചാപ്റ്റർ പൊളിറ്റിക്സ് 21 ആണ്. പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് പ്രഷർ ഗ്രൂപ്പ്, പൊതുജനാഭിപ്രായവും സമ്മർദ്ദ ഗ്രൂപ്പുകളും. അപ്പോൾ പൊതുജനാഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ വ്യക്തികൾ അഭിപ്രായം പ്രകടിപ്പിക്കുക. ഇതിനെയാണ് പൊതുജനാഭിപ്രായം എന്ന് പറയുക. അപ്പോൾ അതിനു വേണ്ടി ശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്ന ഗ്രൂപ്പുകളെയാണ്, രാഷ്ട്രീയ പാർട്ടികളെയാണ് സമ്മർദ്ദ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അപ്പം നമുക്കതിൽ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ പബ്ലിക് ഒപ്പീനിയൻ. എന്താണ് പൊതുജനാഭിപ്രായം? അപ്പോൾ ഒരു നിശ്ചിത കാലയളവിൽ പൊതു താല്പര്യം ഉണർത്തുന്ന വിഷയങ്ങളെക്കുറിച്ച് സാമാന്യ ജനങ്ങൾക്കുണ്ടാകുന്ന അഭിപ്രായമാണ് പൊതുജനാഭിപ്രായം. ഇപ്പോൾ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കുണ്ടാകുന്ന അഭിപ്രായമാണ് എന്ത് പറയുന്നത്? പൊതുജനാഭിപ്രായം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യന്, വാട്ട് ആർ ദ പ്രഷർ ഗ്രൂപ്പ്? എന്താണ് സമ്മർദ്ദ ഗ്രൂപ്പുകൾ? അപ്പോൾ ഒരാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ, അല്ലെങ്കിൽ ആവശ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണല്ലോ നമ്മൾ സമ്മർദ്ദം ചെലുത്തുക. അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകളാണത് സമ്മർദ്ദ ഗ്രൂപ്പുകൾ. അപ്പോൾ നോക്കുക, ആധുനിക സമൂഹത്തിൽ രാഷ്ട്രീയ കക്ഷികൾ കൂടാതെ നിരവധി സംഘടനകൾ രാഷ്ട്രീയ പ്രക്രിയയെ സ്വാധീനിക്കുന്നുണ്ട്. താൽപ്പര്യ ഗ്രൂപ്പുകൾ, സമ്മർദ്ദ ഗ്രൂപ്പുകൾ എന്നീ പേരിലാണ് ഇവ പൊതുവെ അറിയപ്പെടുന്നത്. എല്ലാ ലിബറൽ ജനാധിപത്യ രാഷ്ട്രങ്ങളിലും പൗരന്മാരുടെ വ്യത്യസ്ത താൽപ്പര്യങ്ങളും പ്രതിനിധീകരിക്കുന്ന അനേകം ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകൾ പരസ്പരം ഗ്രൂപ്പുകൾ രാഷ്ട്രീയ കക്ഷികളുടെ പങ്കിനെയും ലക്ഷ്യങ്ങളെയും കൂടുതൽ അർത്ഥവത്താക്കുന്നു. അവ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായി കഴിഞ്ഞു അധികാരത്തിന് വേണ്ടി പൊരുതുന്ന അംഗീകൃത ഔപചാരിക ഗ്രൂപ്പുകളാണ് രാഷ്ട്രീയ കക്ഷികൾ. അതേസമയം താൽപ്പര്യ ഗ്രൂപ്പുകളും സമ്മർദ്ദ ഗ്രൂപ്പുകളും അനൗപചാരികവും പരോക്ഷവും പ്രവർത്തിക്കുന്ന അംഗീകൃത ഗ്രൂപ്പുകളാണ് കേട്ടോ. അപ്പോൾ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾ അഥവാ അംഗീകരിക്കപ്പെട്ട ഗ്രൂപ്പുകളാണ് രാഷ്ട്രീയ പാർട്ടികളെങ്കിൽ, അനൗപചാരികമായിട്ട് അഥവാ പെടാത്തതും എന്നാൽ പരോക്ഷമായും പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളാണ് ഇത് അംഗീകൃത ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യന്, എക്സാമിൻ ദ റോൾ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ഇൻ ദ ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ജനാധിപത്യ രീതിയിൽ പൊതുജനാഭിപ്രായത്തിൻ്റെ പങ്ക് വിവരിക്കുക. നമുക്കൊരു എസ്സേ ക്വസ്റ്റ്യൻ മോഡലായിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് പറയുന്നത് ഗവൺമെൻറ്റിനെ നയിക്കുന്നു. അപ്പോൾ ജനാധിപത്യ രീതി പൊതുജനാഭിപ്രായത്തിൻ്റെ പങ്ക് ചോദിച്ചാൽ ഫസ്റ്റ് വൺ ഗവൺമെൻറ്റിനെ നയിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ രൂപീകരിക്കുകയും ഗവൺമെൻറ്റിനെ നയിക്കുകയും ചെയ്യുന്നത് പൊതുവെ ജനാഭിപ്രായം ആണല്ലേ. അതുകൊണ്ട് പൊതുജനാഭിപ്രായങ്ങൾ എന്താണ്? അത്യന്താപേക്ഷിതമായൊരു ഘടകമാണ്. 2, നിയമനിർമ്മാണത്തിന് സഹായിക്കുന്നു. പൊതുജനാഭിപ്രായം സമകാലീന പ്രശ്നങ്ങൾക്കെതിരെ നിയമനിർമ്മാണം നടത്താൻ ഗവൺമെൻറ്റിനെ സഹായിക്കുന്നു. ഗവൺമെൻറ് എല്ലായ്പ്പോഴും പൊതുജനാഭിപ്രായത്തിൻ്റെ സമ്മർദ്ദത്തിന് കീഴിലാണ്. ഇത് ഗവൺമെൻറ്റിനെ അഴിമതി വിരുദ്ധമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. 2, ഒരു കാവൽ നായയെ പോലെ പ്രവർത്തിക്കുന്നു. അപ്പോൾ പൊതുജനാഭിപ്രായം ഒരു കാവൽ നായയെ പോലെ പ്രവർത്തിക്കുന്നു. പൊതുജനാഭിപ്രായം ഗവൺമെൻറ്റിനെ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറാതെ ജാഗരൂകരായിരിക്കാൻ സഹായിക്കുന്നു. ജനങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് ഗവൺമെൻറ്റിനെ പ്രവർത്തിക്കാൻ പൊതുജനാഭിപ്രായം സഹായിക്കുന്നു. ഇനി 4 പറയുന്നത് അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കുന്നു. അപ്പോൾ പൗരന്മാരുടെ അവകാശങ്ങളുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷകനായി പൊതുജനാഭിപ്രായം പ്രവർത്തിക്കുന്നു. ഒരു ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്ക് ഗവൺമെൻറ്റിനെ വിമർശിക്കാനോ പിന്തുണക്കാനും അവകാശമുണ്ട്. പൊതുജനാഭിപ്രായം ജനങ്ങളുടെ അവകാശവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുകയോ പ്രേരിപ്പിക്കുകയോ മാത്രമല്ല, അതിനൊപ്പം ഗവൺമെൻറ്റിനെ സമകാലീന സമൂഹത്തിൽ സജീവമായി പ്രവർത്തിക്കാനും സഹായിക്കുന്നുണ്ടോ. അപ്പം മനുഷ്യരുടെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കുന്നതിന് ഗവൺമെൻറ്റിനെ ബോധവൽക്കരിക്കുന്ന ഒന്നാണ് ഇത് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇനി അതിൽ 5 പോയിന്റ് പറയുന്നത് അന്തർദേശീയ തലത്തിൽ ശക്തമായ സംഘടനയായി പ്രവർത്തിക്കുന്നു. അപ്പോൾ പൊതുജന അഭിപ്രായത്തിന് ലോകവ്യാപകമായി പ്രാധാന്യമുണ്ട്. പൊതുജനാഭിപ്രായം അന്തർദേശീയ ബന്ധങ്ങളിൽ സ്വാധീനം ചെലുത്താറുണ്ട്. ആഗോളവൽക്കരണത്തിൻ്റെ കാലഘട്ടത്തിൽ പല സാമൂഹിക പ്രശ്നങ്ങളോ, ഉദാഹരണമായിട്ട് മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണം, പരിസ്ഥിതി മലിനീകരണ, വർഗവിവേചനം, ബാലവേല നിരോധനം, തീവ്രവാദം, ലൈംഗികത എന്നിവയിൽ പൊതുജനാഭിപ്രായങ്ങളുടെ ഫലം കണ്ടെത്താൻ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ പൊതുജനാഭിപ്രായം ഗവൺമെൻറ്റിനെയും അതുപോലെ തന്നെ ലോകത്തെയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് സഹായിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യന്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ? പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? അപ്പോൾ എന്തൊക്കെ സവിശേഷതകൾ നോക്കാം.
പൊതു താല്പര്യമുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായമാണ് പൊതുജനാഭിപ്രായം അല്ലേ. വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യമനുസരിച്ചല്ല പൊതു നന്മയെന്ന ആശയത്തെ ആധാരമാക്കിയാണ് അത് രൂപം കൊള്ളുന്നത്. പൊതുവായി പ്രകടിക്കുന്ന എല്ലാ അഭിപ്രായങ്ങളും പൊതുജനാഭിപ്രായമാവുകയില്ല. വസ്തുനിഷ്ഠപരമായ ചിന്തയും മനസ്സാക്ഷിയും ചേർന്നുണ്ടാകുന്നതാണ് പൊതുജനാഭിപ്രായമാകുക. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം എല്ലായ്പ്പോഴും പൊതുജനാഭിപ്രായം ആയിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഒരു രാജ്യത്തിലെ എല്ലാവരുടെയും അഭിപ്രായം ഒന്നാകണമെന്ന് ചിന്തിക്കുന്നത് യുക്തിയില്ലാത്തതുകൊണ്ട് പൊതുജനാഭിപ്രായം ഏകകണ്ഠാഭിപ്രായം ആകണമെന്ന് നിർബന്ധവുമില്ല. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതയായി കണക്കാക്കുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ വേരിയസ് ഏജൻസീസ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. മക്കളെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിൽ വേറെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നതായിട്ട് നമ്മളിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിക്കുക കേട്ടോ. അപ്പോൾ നോക്കുക എന്തൊക്കെയാണ് നോക്കുക. 1. പൊതുജനാഭിപ്രായം ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു വഴികാട്ടിയാകുന്നു. 2. പൊതുനന്മക്കായി നിയമങ്ങൾ ഉണ്ടാക്കാൻ ഇത് ഗവൺമെൻറ്റിനെ സഹായിക്കുന്നു. 3. പൊതുജനാഭിപ്രായം ഒരു കാവൽ നായയെപ്പോലെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നു. ഇത് ഗവൺമെൻറ്റിനെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ പ്രേരണ നൽകുന്നു. 4. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു. 5. അന്താരാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഇവ സഹായിക്കുന്നു. അപ്പോൾ ഇനി അതിൽ ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ അതിൽ ആഡ് ചെയ്യാൻ മറന്നുപോയതാണ് മക്കളെ. അതുകൊണ്ട് ടീച്ചർ ഒന്ന് പറയുകയാണ്, നിങ്ങളൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യന്, ഡിസ്ക്രൈബ് ദ വേരിയസ് ഏജൻസീസ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. അപ്പോൾ പൊതുജനാഭിപ്രായത്തിൻ്റെ വ്യത്യസ്ത ഏജൻസികളെ വിശദീകരിക്കാൻ അല്ലെങ്കിൽ വിവരിക്കാനാണ് ക്വസ്റ്റ്യന്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊന്ന് കൂടെ എഴുതിയെടുക്കണം കേട്ടോ. 1. രാഷ്ട്രീയ സാമൂഹികരണം, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. അപ്പോൾ ആധുനിക സമൂഹത്തിൽ പൊതുജനാഭിപ്രായ രൂപീകരണത്തിനുതകുന്ന നിരവധി ബഹുജന മാധ്യമങ്ങൾ ഉണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവയാണ് താഴെ പറയുന്നത് അല്ലേ. അപ്പോൾ നോക്കുക. 1. വർത്തമാന പത്രങ്ങൾ. അപ്പോൾ വർത്തമാന മാധ്യമം, പ്രത്യേകിച്ചും വർത്തമാന പത്രങ്ങളാണ് ഏറ്റവും ഫലപ്രദമായ അഭിപ്രായ രൂപീകരണ മാധ്യമം. വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിനു പുറമെ പ്രധാന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിവിധ വീക്ഷണങ്ങൾ, അനുകൂലവും പ്രതികൂലവുമായ വാദഗതികൾ തുടങ്ങിയ എന്ത് ചെയ്യുന്നു നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വിവരിക്കുന്നു അല്ലേ. ഇതും എന്തിന് കാരണമാകുന്നു? പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് കാരണമാകുന്നു. ഇനി 2. രാഷ്ട്രീയ കക്ഷികളാണ്, പൊളിറ്റിക്കൽ പാർട്ടീസ്. അപ്പോൾ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി രാഷ്ട്രീയ കക്ഷികളാണ്. ജനങ്ങളിലേക്ക് ആശയങ്ങളും വസ്തുതകളും എത്തിക്കുന്നത് രാഷ്ട്രീയ കക്ഷികളാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സമകാലീന പ്രശ്നങ്ങളെക്കുറിച്ച് രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ചും ഇവരെന്ത് ചെയ്യുന്നു? രാഷ്ട്രീയ കക്ഷികൾ ജനങ്ങളെ ബോധവാന്മാരാക്കുന്നു. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ പൊതുജനാഭിപ്രായത്തിൽ വലിയ പ്രാധാന്യം അല്ലെങ്കിൽ പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സിനിമ. അപ്പോൾ നമുക്ക് സിനിമയും പൊതുജനാഭിപ്രായത്തിൻ്റെ ഒരു മാധ്യമമാണ് അല്ലേ. പിന്നെ റേഡിയോ, TV, അതും ഇലക്ട്രോണിക് മാധ്യമങ്ങളായതുകൊണ്ട് തന്നെ റേഡിയോയും TV-യും സാമൂഹ്യ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നു. പത്രമാധ്യമങ്ങൾ വിദ്യാസമ്പന്നരായവരെ മാത്രമേ സ്വാധീനിക്കുന്നുള്ളൂ. പക്ഷേ റേഡിയോയും TV-യും പോലുള്ള മാധ്യമങ്ങൾ വിദ്യാഭ്യാസമില്ലാത്ത സാധാരണ ജനങ്ങളെയും സമകാലീനമായിട്ടുള്ള സന്ദേശങ്ങൾ കൈമാറുന്നതിനോ അവരുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നതിനോ കാരണമാകുന്നു. പിന്നെ 7ാമത്തെ പറയുന്നത് പബ്ലിക് മീറ്റിങ്ങുകളാണ് കേട്ടോ, പൊതുസമ്മേളനങ്ങൾ. അപ്പോൾ പൊതുസമ്മേളനങ്ങൾ പൊതുജനാഭിപ്രായങ്ങൾ നേരിട്ടറിയുവാനുള്ള ഒരു ഉപാധിയാണ്. അതിലൂടെ സാമൂഹിക, സാംസ്കാരിക, ബൗദ്ധിക, രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ ശ്രദ്ധയോടെ രൂപീകരിക്കാൻ സാധിക്കുന്നു. പൊതുസമ്മേളനങ്ങൾ, ചർച്ചകൾ, സിമ്പോസിയങ്ങൾ, സെമിനാറുകൾ എന്നിവയിലൂടെ പൊതുജനങ്ങളോട് സമകാലീന രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനും അവരുടെ അഭിപ്രായം ശേഖരിക്കാനും സാധിക്കുന്നു. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ ഉള്ളത് 23ാമത്തെ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ്.